ഹായ്, വെൽക്കം ബാക്ക് ടു ഷീബാസ് കുക്കി വേൾഡ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേരള സ്റ്റൈൽ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിഷ് ഐറ്റമാണ്. സോ ഐ തോട്ട് ലെറ്റ് മീ ഷെയർ ദിസ് റെസിപ്പി വിത്ത് യു ഓൾ. ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത് നെയ്മീൻ അല്ലെങ്കിൽ സിയർ ഫിഷ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മീനായാലും യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് മീനിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പേസ്റ്റ് മീനിലോട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ഫിഷ് നമുക്കൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത ഫിഷ് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാവും, ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെയിം പാനിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് സോട്ടേ ചെയ്യാം. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഏറെ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചുള്ളി 2-3 കട്ട് ചെയ്താൽ മതിയാവും. കൊച്ചുള്ളി 1-2 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം ഒരു സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചുള്ളിയും സവാളയൊക്കെ നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യാം. അടുത്തതായിട്ട് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മീൻ പൊള്ളിച്ചതിന് നല്ലൊരു സ്വാദാണ്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ്. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് അസംബിൾ ചെയ്യാം. ഒരു വാഴയില വാട്ടിയെടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഈ മസാല വെച്ച് കൊടുക്കാം. ഇനി ഈ ഫ്രൈ ചെയ്ത മീൻ മസാലയുടെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മസാല മീനിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മേളിലായിട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് തക്കാളി സ്ലൈസസ്, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, സ്ലിറ്റ് ഗ്രീൻ ചില്ലി വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇത് കുക്ക് ചെയ്യുമ്പോൾ തുറന്നു പോകാതിരിക്കാൻ ഒരു വാഴയുടെ നാരോ അല്ലെങ്കിൽ ത്രെഡ് വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മീൻ പൊതി ഇതിലോട്ട് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് വരെ ഒരു സൈഡ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട സൈഡും നമുക്കൊരു 3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമുക്ക് പാനിൽ നിന്നത് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. നിങ്ങൾക്ക് നെയ്മീൻ അല്ലാതെ ആവോലിയോ അയിലയോ വെച്ചിട്ടൊക്കെ മീൻ പൊള്ളിച്ചത് പ്രിപ്പയർ ചെയ്യാം. ഈ ഒരു മീൻ പൊള്ളിച്ചതുണ്ടെങ്കിൽ ചോറുണ്ണാനായിട്ട് വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇതിൻ്റെ മസാലയും ആ മീൻ തന്നെ ധാരാളം. സോ നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.
And follow Shiba's Cookery World for more such interesting recipes.